പാർക്കിംഗ് ഫീ പൂർണ്ണമായും തെറ്റല്ല, പക്ഷെ അതൊരു റീസണബിൾ ആയിരിക്കണം. ഷോപ്പിംഗ് മോൾസിന്റെ ഭാഗത്ത് നിന്ന് റിപ്ലൈ വന്നത് അവർ പറയുന്നത് ഈ ഒരു കാരണം, പാർക്കിംഗ് ഫീയുടെ ഒരു പ്രധാന റീസൺ അവർ പറയുന്നത് ഈ പാർക്കിംഗ് മെയിൻറ്റെയിൻ ചെയ്യാൻ, അതായത് ആ പാർക്കിംഗ് സ്ഥലം മെയിൻറ്റെയിൻ ചെയ്യാൻ, അവിടുത്തെ ക്ലീനിങ് അല്ലെങ്കിൽ അവിടുത്തെ പല കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അവർക്ക്, അല്ലെങ്കിൽ സെക്യൂരിറ്റി നിർത്താൻ, അതിനൊക്കെ അവർക്ക് കുറച്ച് പൈസയാകുന്നു. ഒരു ഷോപ്പിംഗ് മാളിൽ വന്ന് നമ്മൾ ഷോപ്പ് ചെയ്യണം, അപ്പോൾ അതിന് ശരിക്കും ഒരു ഫ്രീ പാർക്കിംഗ് പ്രൊവൈഡ് ചെയ്യണമെന്നുള്ളത് ആ മാളുടെ ഉത്തരവാദിത്തമാണ്. നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മാളുകളും അതിൻ്റെ പാർക്കിംഗ് ഫീയും അതിനെപ്പറ്റിയാണ്. ഇന്ന് ഇപ്പോൾ നമ്മുടെ നഗരത്തിൽ നോക്കുകയാണെങ്കിൽ ഷോപ്പിംഗ് മോൾസ് വളരെ കോമൺ ആണ്. അതോടൊപ്പം ആളുകളുടെ ടെൻഷൻ ഉയർന്നു വരുന്നത് പാർക്കിംഗ് പ്രശ്നത്തെ പറ്റിയാണ്. അതായത് നമ്മളിപ്പോൾ ഒരു ഷോപ്പിംഗ് മാളിൽ പോകുന്ന സമയത്ത് നമ്മളവിടെ എക്സ്ട്രാ ചാർജ്, അതായത് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ ചാർജ് ഈടാക്കുന്നതിനൊരു വലിയ പ്രശ്നമാണ് ഇന്നത്തെ ഒരു ആളുകൾ ഭയങ്കരമായിട്ട് കാണുന്നത്. അപ്പോൾ ഇതിനെ തുടർന്ന് ഭയങ്കര ഒരു പ്രശ്നവും, അല്ലെങ്കിൽ ആൾക്കാർ ഇതിനെതിരെ ഭയങ്കരമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെതിരെ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്ഥാപനത്തെ പറ്റിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കടയെ പറ്റിയോ നമ്മളൊരു അഭിപ്രായം, അല്ലെങ്കിൽ നമ്മളൊരു മോശം അഭിപ്രായം, അല്ലെങ്കിൽ എന്ത് ഒരു തെറ്റുണ്ടല്ലോ, അല്ലെങ്കിൽ എന്തൊരു കാര്യമായാലും നമ്മളത് ശബ്ദം ഉയർത്തുമ്പോൾ അത് ആ കേൾക്കുന്ന ആൾക്കാരുടെ ഭാഗത്തു നിന്ന് റിപ്ലൈ വരും. ഇപ്പോൾ ഷോപ്പിംഗ് മോൾസിന്റെ ഭാഗത്തു നിന്ന് റിപ്ലൈ വന്നത് അവർ പറയുന്നത് ഈ ഒരു കാരണം, പാർക്കിംഗ് ഫീയുടെ ഒരു പ്രധാന റീസൺ അവർ പറയുന്നത് ഈ പാർക്കിംഗ് മെയിൻറ്റെയിൻ ചെയ്യാൻ, അതായത് ആ പാർക്കിംഗ് സ്ഥലം മെയിൻറ്റെയിൻ ചെയ്യാൻ, അവിടുത്തെ ക്ലീനിങ് അല്ലെങ്കിൽ അവിടുത്തെ പല കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അവർക്ക്, അല്ലെങ്കിൽ സെക്യൂരിറ്റി നിർത്താൻ, അതിനൊക്കെ അവർക്ക് കുറച്ച് പൈസയാകുന്നു. അപ്പം അത് ഒന്ന് ഒരു മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ഈ പാർക്കിംഗ് ഫീ എന്നാണ് അവർ ഒന്നാമത്തെ റീസൺ പറയുന്നത്. രണ്ടാമത്തെ റീസൺ പറയുന്നത് പല ആൾക്കാരും ഫ്രീ പാർക്കിംഗ് എന്ന് പറയുമ്പോൾ പാർക്ക് ചെയ്തിട്ട് വേറെ വല്ലയിടത്തൊക്കെ പോവും എന്നുള്ളൊരു, അങ്ങനെ പല പല റീസൺസ് ആണ് ഇവർ പറയുന്നത്. അല്ലെങ്കിൽ അവിടെ ഒരു ട്രാഫിക് കൺട്രോൾ നിയന്ത്രിക്കാൻ, അല്ലെങ്കിൽ പല കാര്യങ്ങളൊക്കെയാണ് ഇവർ പറയുന്നത്. ഇതിൽ ശരിക്കൊരു പ്രധാന, അല്ലെങ്കിൽ എന്താണ് എന്നുള്ളത് നമുക്ക് ചർച്ച ചെയ്യാം. ശരിക്കും എനിക്ക് പ്രധാനമായിട്ടും നമുക്കിതിൽ പറയാനുള്ളത്, ശരിക്കും പാർക്കിംഗ് ഫീ എന്ന് പറയുന്നത് ഒരു തെറ്റല്ല, പക്ഷെ അതൊരു റീസണബിൾ ആയിരിക്കണം. അതായത് ഇപ്പോൾ നേരത്തെ അവർ പറയുന്നൊരു പോയിന്റ് ഉണ്ട്. അതായത് ഇപ്പോൾ ഇപ്പോൾ ഫ്രീ പാർക്കിംഗ് ഭയങ്കരമായിട്ട് അവർ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ അവിടെ പാർക്കിംഗ് ഇപ്പോൾ ഒരുപാട്, നമ്മുടെ കൊച്ചിയിൽ ഒരുപാട് മോളുണ്ടല്ലോ, അപ്പോൾ അവിടെയൊക്കെ പാർക്കിംഗ് സ്പേസ് ഭയങ്കരമായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഫ്രീ പാർക്കിംഗ് ആണെങ്കിൽ ഒരുപാട് പേര് പാർക്ക് ചെയ്തിട്ട് വേറെ സ്ഥലത്തോട്ടൊക്കെ പോകും, അല്ലെങ്കിൽ അങ്ങനെ ഒരു റീസൺ അവർ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് അതിനൊരു സൊല്യൂഷൻ വേണം. പക്ഷേ ആൾക്കാർ നമ്മളിപ്പോൾ ഒരു ഷോപ്പിംഗ് മാളിൽ പോകുന്ന സമയത്ത് നമ്മുടെ ടെൻഷൻ, അയ്യോ എവിടെ പാർക്ക് ചെയ്യും, അല്ലെങ്കിൽ പാർക്ക് ചെയ്യുമ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം നമ്മുടെ തലയിൽ വരരുത്. അതായത് നമ്മൾ സ്ഥലത്ത് ചെല്ലുമ്പോൾ, ഷോപ്പിംഗ് മാളിൽ നമ്മൾ അടിച്ചു പൊളിക്കാൻ ചെല്ലുമ്പോൾ നമ്മുടെ മൈൻഡ് ഫുൾ കാമാക്കാനും നമ്മൾ അവിടെ എൻജോയ് ചെയ്യാനാണ് പോകുന്നത്. അല്ലാതെ പാർക്കിംഗ് എന്ന് പറയുന്ന ആ ഒരു ടെൻഷൻ തലയെടുത്ത് വെക്കാനല്ല. നമുക്കൊരു ശരിക്കും ഷോപ്പിംഗ് മാൾ ചെയ്യേണ്ടത് നമുക്കൊരു ഫ്രീ പാർക്കിംഗ് തരിക, എന്നിട്ട് നമ്മളെ ഒരു സേഫായിട്ട് നമ്മുടെ വണ്ടി ഇപ്പോൾ അവിടെ കൊണ്ടിട്ടാലും നമുക്കൊരു സേഫ് ആയിരിക്കണം നമുക്ക് ഭയങ്കര നിർബന്ധമാണ്. നമ്മൾ വില കൂടിയ വണ്ടിയൊക്കെ മേടിച്ചിടുമ്പോൾ നമ്മൾ പല സ്ഥലത്തും പാർക്ക് ചെയ്തിടാറില്ല. നമ്മൾ ഒരു സേഫ്റ്റി ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്നത്. നമ്മൾ കണ്ട സ്ഥലത്ത് കയറി പാർക്ക് ചെയ്യില്ലല്ലോ. അപ്പോൾ മാളുകൾ എന്ത് ചെയ്യുക, ഒരു സേഫ്റ്റി പാർക്കിംഗ്, നല്ലൊരു പാർക്കിംഗ് സ്പേസ് അല്ലെങ്കിൽ നല്ലൊരു സേഫ്റ്റി പാർക്കിംഗ് അവർ പ്രൊവൈഡ് ചെയ്യുക. അതോടൊപ്പം ഫ്രീ പാർക്കിംഗ് പ്രൊവൈഡ് ചെയ്യുന്നതിന് ഞാൻ പ്രധാനമായിട്ടൊരു കാര്യം പറയാനുള്ളത്, അതായത് ആ ഷോപ്പിംഗ് മാളിൽ നമുക്കൊരു ഷോപ്പിംഗ് മാളിൽ ഫ്രീ പാർക്കിംഗ്, അല്ലെങ്കിൽ ഒരു ചെറിയ രീതിയിലൊരു പൈസ നമുക്ക് ഈടാക്കാം. അത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഷോപ്പിംഗ് മാളിൽ ഒരു മണിക്കൂർ തൊട്ട് 2 മണിക്കൂർ വരെ ഇവർക്ക് വേണമെങ്കിൽ ഒരു ചെറിയ 10 രൂപയോ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള കോസ്റ്റ് ഇവർക്ക് ഈടാക്കാം. അതിനുശേഷം എമൗണ്ട് കൂട്ടിക്കോട്ടെ, അത് കുഴപ്പമില്ല. അല്ലെങ്കിൽ മറ്റൊരു കാരണം, അല്ലെങ്കിൽ നമ്മളിപ്പോൾ PVR പോലുള്ള സ്ഥലത്തൊക്കെ നമ്മൾ സിനിമ കാണാൻ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഷോപ്പിംഗ് മാൾ നല്ല രീതിയിൽ ആൾക്കാരെ ലൂട്ട് ചെയ്യുന്നുണ്ട്. അതൊക്കെ വേറൊരു കാര്യം. ഭയങ്കര രീതിയിൽ ആൾക്കാരെ ലൂട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഒരു ഓവർ പ്രൈസ് ഒക്കെയാണ് ചില ഇതിൽ വെക്കുന്നത്. അത് നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഇപ്പോൾ ഓവർ പ്രൈസിങ് ഈ മാളുകളുടെ മെയിൻ ഭയങ്കര ഒരു ലൂട്ടിങ് ആണ്. അവർ ഭയങ്കരമായിട്ട് ഇപ്പോൾ സിനിമ ടിക്കറ്റ് ആണെങ്കിലും ഭയങ്കരമായിട്ട് ഓവർ പ്രൈസ് ഒക്കെ അവർ വെക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ എടുത്ത് പറയുന്നില്ല. അപ്പം സിനിമ കാണാൻ വരുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ ഷോപ്പിംഗ് ചെയ്യാൻ വരുന്ന ആൾക്കാർക്ക് ഇവർക്ക് വേണമെങ്കിൽ ഫ്രീ പാർക്കിംഗ് പ്രൊവൈഡ് ചെയ്യാം. അതായത് ഇപ്പോൾ വെറുതെ ഷോപ്പിംഗ് മാൾ കറങ്ങാൻ വരുന്ന ആൾക്കാർക്കാണെങ്കിൽ നമ്മളിത് പറയുന്നില്ല. പക്ഷേ നമ്മൾ എന്തൊരു സാധനം മേടിക്കാൻ ഒരു ഷോപ്പിംഗ് മാൾ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ശരിക്കും എല്ലാവർക്കും ഫ്രീ പാർക്കിംഗ് പ്രൊവൈഡ് ചെയ്യണം എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഈ ഷോപ്പിംഗ് മാളിലെ ആൾക്കാർ ഇങ്ങനെ കുറേ റീസൺസ് പറയുന്ന സമയത്ത് നമുക്ക് പറയാമല്ലോ. അതായത്
സിനിമ കാണാൻ വരുന്നവർക്ക് ടിക്കറ്റ് കാണിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഇവർ ടിക്കറ്റിനൊക്കെ ഭയങ്കര ഓവർ പ്രൈസ് ആണ്. അപ്പോൾ സിനിമ കാണാൻ വരുന്ന ആൾക്കാർക്ക് അവരുടെ സിനിമ ഇപ്പോൾ ഒരു 2 മണിക്കൂർ തൊട്ട് 3 മണിക്കൂർ വരെയൊക്കെ സിനിമ ഉണ്ടാവും. അപ്പോൾ ഇവർക്ക് ആ സിനിമ കാണാൻ വരുന്ന ആൾക്കാർക്കെങ്കിലും ഇവർക്കൊരു ഫ്രീ പാർക്കിംഗ് പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഇവർ ഇപ്പോൾ ഓരോ ഫാമിലിയൊക്കെ ആയാലും സൺഡേ ഷോപ്പിംഗ് ഒക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഷോപ്പിംഗ് ചെയ്യുന്ന സമയത്ത് ആ ഷോപ്പിംഗ് നമ്മൾ മിനിമം ഒരു ഷോപ്പിംഗ് അവിടെ നിന്ന് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ തിരിച്ചു വരുമ്പോൾ നമുക്ക് ആ ഒരു ബില്ല് കാണിച്ചാലോ അല്ലെങ്കിൽ ഇപ്പോൾ സിനിമ ടിക്കറ്റ് ഒക്കെ കാണിച്ചു കഴിഞ്ഞാലോ അതിനും അവർക്കൊരു ഫ്രീ ഒരു പാർക്കിംഗ് പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. കാരണം അതിനൊക്കെ നമ്മൾ പൈസ മേടിക്കേണ്ട ഒരു കാര്യമില്ല. കാരണം നമ്മൾ അവരുടെ ഇപ്പോൾ ഒരു ഷോപ്പിംഗ് മാളിൽ വന്ന് നമ്മൾ ഷോപ്പ് ചെയ്യണം. അപ്പോൾ അതിന് ശരിക്കും ഒരു ഫ്രീ പാർക്കിംഗ് പ്രൊവൈഡ് ചെയ്യണമെന്നുള്ളത് ആ മാളുടെ ഉത്തരവാദിത്തമാണ്. അത് ചെയ്യേണ്ടതാണ് അവർ. അതിന് ഇപ്പോൾ ഒരു അതിനെ അവർ പാർക്കിംഗ് ഫീ മേടിക്കുകയാണെങ്കിൽ അത് ഭയങ്കര ഒരു പ്രശ്നം തന്നെയാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ സിനിമ കാണാൻ വരുമ്പോഴും അല്ലെങ്കിൽ ഷോപ്പിംഗ് മോൾ അതായത് ഷോപ്പിംഗ് ചെയ്യാൻ വരുമ്പോഴൊക്കെ ശരിക്കും പറഞ്ഞാൽ പൈസ വാങ്ങുന്നത് അത്ര നല്ലൊരു പ്രവണതയല്ല. അതാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്. പിന്നെ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ നമ്മൾ ഷോപ്പിംഗ് മാളിൽ വരുന്ന സമയത്ത് നമ്മുടെ ചിന്ത മൊത്തം പാർക്കിങ്ങിലോട്ടായി പോരുത്. കാരണം നമ്മൾ വണ്ടിയൊക്കെ സേഫായിട്ട് പാർക്ക് ചെയ്ത് നമ്മൾ ഫാമിലിയോടൊപ്പം അല്ലെങ്കിൽ ഫ്രണ്ട്സിനൊപ്പം അടിച്ചു പൊളിക്കാനായിട്ടാണ് നമ്മൾ ഈ മാളുകളിൽ വരുന്നത്. അപ്പോൾ ശരിക്കും ഈ ഷോപ്പിംഗ് മോൾസ് ഒക്കെ ചെയ്യേണ്ടത് നമ്മൾ അവിടെ നിന്ന് ഷോപ്പ് ചെയ്യുവാണെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ അവിടെ ഒരു സിനിമ കാണാൻ ചെല്ലുകയാണെങ്കിലോ അപ്പോൾ നമുക്ക് ആ ടിക്കറ്റ് കാണിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ അവിടെ എന്തിനാണ് നമ്മളവിടെ ഷോപ്പിംഗ് ചെയ്യുകയൊക്കെ ആണെങ്കിൽ നമുക്കൊരു ഫ്രീ പാർക്കിംഗ് ശരിക്കും പറഞ്ഞാൽ അവർക്ക് പ്രൊവൈഡ് ചെയ്ത് തരാവുന്നതാണ്. എനിക്ക് ഇതിൻ്റെ അവസാനം കൂട്ടിച്ചേർക്കാനുള്ളത്, പാർക്കിംഗ് ഫീ പൂർണ്ണമായും തെറ്റല്ല, പക്ഷെ അതൊരു റീസണബിൾ ആയിരിക്കണം. എസ്പെഷ്യലി കസ്റ്റമേഴ്സിന് ബെനിഫിറ്റ് ആവുന്ന രീതിയിൽ. ശരിക്കും ഷോപ്പിംഗ് മാൾ ഒരു എക്സ്പീരിയൻസ് ചെയ്യേണ്ടത്, അതായത് നമ്മളൊരു ഷോപ്പിംഗ് മാളിൽ പോകുമ്പോൾ ഷോപ്പിംഗ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടാണ് പോകുന്നത്, അല്ലാതെ പാർക്കിംഗ് ഫീ അല്ലെങ്കിൽ പാർക്കിംഗ് എന്ന ടെൻഷൻ അല്ല.